നമ്മളെ കുറെ പേര് കഴിഞ്ഞ ആഴ്ചത്തെക്കാളും ഇന്ന് ഭയങ്കര മഴയായതുകൊണ്ട് ഞങ്ങൾ തന്നെ എപ്പോഴെങ്കിലും കട്ടായി പോവോന്നറിയില്ല. എങ്കിലും നമുക്ക് ഇത്രയും മഴയും ഇടിയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ കുറച്ചു പേരാണെങ്കിലും വന്നു, അതിലൊത്തിരി സന്തോഷം. അപ്പൊ നമ്മള് അവര് വരുമോന്നൊക്കെ അറിയാൻ ഇത്തിരി ലേറ്റ് ആക്കി നോക്കിയത്. എല്ലാവർക്കും കയറാൻ പറ്റാതെ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ നമ്മള് വലിയ മഴയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനും ആർക്കും ആപത്തൊന്നും ഇല്ലാതിരിക്കാനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? ഇവിടെയൊക്കെ ഭയങ്കര മഴയാ. ഞങ്ങൾ എറണാകുളത്തൊക്കെ ഭയങ്കര മഴയാണേ. അപ്പൊ നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാലോ? പറ്റണവരൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ഓൺ ആക്കിക്കോ കേട്ടോ. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. കൈകൾ കൂട്ടിപ്പിടിക്കാം, കണ്ണടയ്ക്കാം. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിനെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ്, ഇന്നത്തെ ദിവസം ഈ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ മൂലം, കറണ്ട് ഇല്ലാത്തത് മൂലം, നെറ്റ് കിട്ടാത്തത് മൂലമൊക്കെ കുറെ പേർക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. കർത്താവ്, അവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഞങ്ങൾ സ്കൂൾ തുറക്കാനൊക്കെ പോകുന്ന ഒരു സമയത്ത് ഞങ്ങളുടെ എല്ലാ ഒരുക്കങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഈ ഒരു സമയം അവിടുന്ന് ഞങ്ങളെ നയിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്ത് വീഡിയോ ഒക്കെ ഓണാക്കി. ഓക്കെ, എല്ലാവരും നല്ല പുഞ്ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അല്ലേ? ഓക്കെ, നമുക്ക് ഇന്ന് കഴിഞ്ഞ ആഴ്ചത്തെ പോലെ നമ്മളൊരു ചെറിയ ഗെയിം ഒക്കെ കളിച്ചിട്ട് തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? മരിയ ജോമി, നല്ല ചിരിയാണല്ലോ. നമുക്ക് കഴിഞ്ഞ ആഴ്ച കളിച്ച പോലത്തെ ഒരു കുഞ്ഞു ഗെയിം കളിക്കാം. അപ്പൊ പെട്ടെന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരാണോ ചാറ്റ് ബോക്സിൽ ഇടുന്നത് അവരാണ് ജയിക്കുന്നേ. ഓക്കെ, നമ്മുടെ ഇമോജീസ് ഒക്കെ ഇല്ലേ, സിമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടില്ലേ, അവിടെ പോയിട്ട് രക്ഷയുടെ അടയാളം, നമ്മുടെ മനോജച്ചൻ നിങ്ങളെ പഠിപ്പിച്ചതാ. രക്ഷയുടെ അടയാളം ഏതാന്ന് പെട്ടെന്നൊന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേ. ആഗ്നസ് തെരേസ ആദ്യം ഇട്ടിട്ടുണ്ട്. എന്താണ് രക്ഷയുടെ അടയാളം? കുരിശ് അല്ലേ? നമ്മള് കുർബാനയ്ക്കൊക്കെ പാടുന്ന, അച്ഛൻ പാടുന്നില്ലേ, കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ എന്നൊക്കെ. മേരി ഷാൽബിനും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം കുരിശടയാളമാണ് രക്ഷയുടെ അടയാളം. അടുത്ത ചോദ്യമാണേ, ചോദിക്കണോ? ആരായിരിക്കും പെട്ടെന്ന് ആൻസർ ചെയ്യാ? ചോദിക്കട്ടെ? കഴിഞ്ഞ ആഴ്ച ചേട്ടൻ ചോദിച്ച ഒരു ചോദ്യം തന്നെ ചോദിക്കാം, അപ്പൊ നിങ്ങൾ ആരൊക്കെ ശ്രദ്ധിച്ചെന്നറിയാലോ. പരിശുദ്ധാത്മാവിന്റെ ഒരു അടയാളം നമ്മുടെ സിമ്പിൾസിലുണ്ട്. അതാരാ ആദ്യം സെലക്ട് ചെയ്തിടുന്നേ? രണ്ടടയാളം വന്നു, ഇനിയുണ്ട്. അഗ്നി വന്നു, ജലം വന്നു, പിന്നെ ഒരു അടയാളം കൂടി ഉണ്ടല്ലോ ഇമോജീസില്. പ്രാവ് വന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ മിടുക്കരാണ് അല്ലേ? ഓരോരുത്തരും മാറി മാറി ഓരോ അടയാളങ്ങളൊക്കെ ഇട്ടു അല്ലെ? പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, നിങ്ങളൊക്കെ കാറ്റീസം ക്ലാസ്സിൽ നന്നായി പോകുന്നുണ്ട്, നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? നമ്മള് ഈശോയുടെ ജനനത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ അടുത്തതായിട്ട് അടുത്ത സാധനം ഞാൻ പറയുന്നത്, ഈശോയുടെ ജനന സമയത്ത് അതെ, കാറ്റ് ഉൾപ്പെടെ പരിശുദ്ധാത്മാവിന്റെ എല്ലാ അടയാളങ്ങളും വന്നിട്ടുണ്ട്, പ്രതീകങ്ങളൊക്കെ. മേരി ഷാൽബോ എന്നാണോ? ഓക്കെ, ഷാൽബിൻ എന്നാണ് അല്ലെ? ഓക്കെ, മേരി ഷാൽബിൻ നന്നായിട്ട് എല്ലാ പ്രതീകങ്ങളും പരിശുദ്ധാത്മാവിന്റെ ഇട്ടിട്ടുണ്ട്. വെരി ഗുഡ്. മേരി ഷാൽബിന് ഒരു ക്ലാപ്പ് കൊടുത്തേ. ഇനി നമ്മള് ഈശോയുടെ ജനന സമയത്ത് എല്ലാരും ക്ലാപ്പും ടൈപ്പ് ചെയ്തിട്ടു. ഇനി ഈശോയുടെ ജനന സമയത്ത് കുറച്ച് ആൾക്കാർക്ക് ഒരു സാധനം വഴി കാണിച്ചു കൊടുത്തു. അതേതാണ്? ഈശോയുടെ അടുത്തേക്കുള്ള വഴി രാജാക്കന്മാർക്ക് കാണിച്ചു കൊടുത്തത്? ചിലര് സ്റ്റാർ എന്ന് ടൈപ്പ് ചെയ്തു. നമ്മൾ ഇമോജീസ് ഇടാനാണ് പറഞ്ഞത്,
ഡിയോണ്ടിബു സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഈ രാജാക്കന്മാര് തലയിൽ ഒരു സാധനം ഉണ്ട് രാജാവാന്ന് അറിയാനായിട്ട്, അല്ലേ? രാജാവാന്നറിയാൻ കുറെ പേര് സ്റ്റാർ ഇട്ടു. ഓക്കെ, വെരി ഗുഡ്. രാജാവാന്നറിയാൻ തലയിൽ ഒരു സാധനം വെക്കും. അതെന്താ? ഓക്കെ, ഇവാനും എഡ്വിനും പെട്ടെന്ന് ക്രൗൺ ഒക്കെ ഇട്ടു. ശരിയല്ലേ? ശരിയാണോ? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് വേഗം വേഗം ഉത്തരം പറഞ്ഞോ കേട്ടോ. ആണോ? വേഗം ചെയ്യോ. ഇനി നമ്മുടെ കുർബാനയ്ക്കൊക്കെ നമ്മൾ വൈനൊക്കെ ഉണ്ടാക്കൂലേ, ഇല്ലേ? അതിനെക്കുറിച്ച് ഈശോ പല സ്ഥലത്തും പറയുന്നുണ്ട്. ഞാന് ഒരു ചെടിയാണ്, ആ ചെടിയുടെ ശാഖകളാണ് നിങ്ങളെന്നൊക്കെ. അതെന്താണെന്ന് ഒന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്തിടാവോ? അപ്പോ മുന്തിരിയാണ്, മുന്തിരിച്ചെടിയും ശാഖകളുമാണ്, അല്ലെ? പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ക്രിസ്ത്യാനികള് പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലം നമ്മുടെ ഇമോജീസിന്റെ കൂട്ടത്തിലുണ്ട്. അതേതാ? ഓ, ആഗ്നസ് തെരേസ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പള്ളിയൊക്കെ നിരത്തി അടിക്കുന്നുണ്ടല്ലോ. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് എത്ര കൂദാശകൾ ഉണ്ടെന്നൊന്ന് ടൈപ്പ് ചെയ്യാവോ സ്പീഡില്? കൂദാശകൾ എത്ര എണ്ണം ഉണ്ടെന്ന്. ആഗ്നസ് തെരേസ ചെയ്തു, ശ്രേയ, ബ്രിജിറ്റ്, അല്ല എല്ലാവരും ചെയ്തു. ഓക്കെ, തിരുസഭയുടെ കൽപ്പനകൾ എത്ര? ഇനി സ്പീഡിലാണ് ചോദ്യം. ഓക്കെ, നിങ്ങളെല്ലാം ഭയങ്കര മിടുക്കരാണല്ലോ, നിങ്ങൾക്ക് എല്ലാം അറിയാലോ. പിന്നെ ഇനി ഞാനൊരു വചനം പറയാം. അത് ഏത് പുസ്തകത്തിലാണ്, ഏതാണെന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്യണേ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതെല്ലാവർക്കും അറിയുന്ന വചനാണ്. ജെനിസിസ് ഇട്ടിട്ടുണ്ട്, ചാപ്റ്ററും വേഴ്സസ്. ഉൽപ്പത്തി. അതിൽ ഏത് ജെനിസിസ് 1 അല്ലേ? ചാപ്റ്റർ 1 വേഴ്സസ് 1. അപ്പൊ ഉൽപ്പത്തി 1:1. ഓക്കെ, അപ്പൊ നിങ്ങൾ ഭയങ്കര മിടുക്കരാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇതൊക്കെ നല്ല മിടുക്കര് കുട്ടികളുടെ ലക്ഷണമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാം അറിയാം കേട്ടോ. അപ്പൊ നല്ല മിടുക്കരാണ്. ഇനി ഒരെണ്ണം കൂടെ. നമ്മുടെ കൽപ്പനകൾ എത്രയാ? ദൈവം നൽകിയ കൽപ്പനകള്. ഓക്കെ, ഇനി അടുത്തത്, ഈശോയ്ക്ക് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? ഇനി എത്ര സുവിശേഷം ഉണ്ട് നമുക്ക്? സുവിശേഷം എത്ര എണ്ണം ഉണ്ട്? ഓക്കെ, 4 കുറെ പേര് ടൈപ്പ് ചെയ്തു. ഏതൊക്കെയാണ് സുവിശേഷം? ആദ്യം ആരാണ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാ? ഏതാണ് സുവിശേഷം? മത്തായി, മാർക്കോസ്, ലൂക്ക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അല്ലെ? ഈശോ അപ്പം വർദ്ധിപ്പിച്ചത് ആദ്യം എത്രയാണ്? എത്ര എണ്ണ അപ്പം വർദ്ധിപ്പിച്ചത്? 5000 പേർക്ക്. 5 അപ്പം 5000 പേർക്ക് അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ബൈബിൾ എല്ലാം അറിയാം. കാറ്റഗിസത്തിനൊക്കെ മുടങ്ങാണ്ട് പോകുന്നില്ല. ഇപ്പൊ കാറ്റഗിസം അടുത്ത ആഴ്ച തുടങ്ങില്ലേ? അപ്പൊ നിങ്ങൾ മുടങ്ങാതെ പോകണം. നമ്മളിങ്ങനെ ഈ ബൈബിൾ നഴ്സറിയും അല്ലെങ്കിൽ സമ്മർ സ്കൂളും ഒക്കെ നടത്തുന്നതും നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളെ കാറ്റഗിസത്തിന് വിടുന്നതും ഒക്കെ ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ്. എന്താണെന്നറിയോ? കഴിഞ്ഞ ആഴ്ച ആന്റി നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു അല്ലേ? ഷീബ ആന്റി നിങ്ങളെ ഒരു വെള്ളമൊക്കെ വെച്ചൊരു എക്സ്പെരിമെന്റ് ഒക്കെ കാണിച്ചു തന്നായിരുന്നോ? കഴിഞ്ഞ ആഴ്ച കയറിയവരാരൊക്കെയുണ്ട്? ആന്റി ആഗ്നസ് പറഞ്ഞു, കാണിച്ചത്. ആന്റി എന്താ കാണിച്ചത്? നമ്മള് നുണ പറയുന്നതിനെ കുറിച്ചാണ് ഒരു വചനമൊക്കെ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ആ വെള്ളം കലങ്ങി കലങ്ങി വരുന്ന പോലെ നമ്മുടെ ആത്മാവില് കറ പിടിക്കുന്ന കാര്യം, അഴുക്ക് പിടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു തന്നില്ലേ? അപ്പൊ ഇത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ നമ്മള് ഒരു വചനം, ഈ വചനം നിങ്ങൾ പഠിച്ച് എപ്പോഴും ഓർക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആന്റി പറഞ്ഞ പോലെ നമുക്ക് തെറ്റ് ചെയ്യാനും നുണ പറയാനും ഒക്കെ തോന്നുമ്പോ നമുക്ക് ഓർമ്മ വേണം, നമ്മൾ ആരാ? ആരുടെ മക്കളാ? ഈശോയുടെ മക്കള്. അവൻ നുണയനും നുണയന്മാരുടെ പിതാവുമാണെന്ന് പറയുന്ന ആരെ പറ്റിയിട്ടാണ്? സാത്താനെ പറ്റി. അപ്പൊ നമ്മൾ ഈ നുണയും കള്ളത്തരും ഒക്കെ പറയുമ്പോ നമ്മൾ ആരുടെ മക്കളാവും? പിശാചിന്റെ മക്കളാവും. അപ്പൊ നമ്മള് പിശാചിന്റെ മക്കളല്ല, ദൈവത്തിന്റെ മക്കളാണ്, നമുക്ക് ഉറപ്പുണ്ട്. അപ്പൊ ദൈവത്തിന്റെ മക്കൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഒരു വചനമുണ്ട്. 1 തെസ്സലോനിക്ക 4:7. 1 തെസ്സലോനിക്ക 4:7. ഈ വചനം നിങ്ങൾ ബൈഹാർട്ടാക്കി വെക്കണം. എന്താ വചനത്തിൽ പറയുന്നതെന്നറിയോ?
അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ എന്തിനാ വിളിച്ചേക്കുന്നേ? വിശുദ്ധിയിലേക്ക്. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്ക്. അപ്പൊ നമ്മളൊക്കെ വിശുദ്ധരായി വളരാനായിട്ടുള്ള മക്കളാണ്, ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് നമ്മൾ എല്ലാവരും വിശുദ്ധിയിൽ ജീവിക്കണം, വിശുദ്ധിയിൽ വളരണം. ഓക്കെ, വിശുദ്ധിയിൽ ജീവിക്കേണ്ടവരല്ലേ നമ്മള്? അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കൊട്ടേഷൻ ഏതാണത്? 1 തെസ്സലോനിക്ക 4:7. 1 തെസ്സലോനിക്ക 4:7. ഈ വചനം നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവണം. സ്കൂള് തുറന്നു, ഫസ്റ്റ് ആദ്യത്തെ ഹോംവർക്ക് തന്നു, നമ്മൾ ചെയ്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോ പോവാണ്ടിരിക്കും. അടിക്കുന്ന ടീച്ചറാണെങ്കിൽ പോവാണ്ടിരിക്കും. എന്നിട്ട് പറയും ഇന്നലെ തലവേദനയായിരുന്നു. അപ്പൊ നമ്മൾ എന്തോർക്കണം? അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട മക്കൾ എന്ത് ചെയ്യണം? വിശുദ്ധരായിട്ട് ജീവിക്കണം. അല്ലേ? അല്ലേ? നമ്മുടെ ലക്ഷ്യം സ്വർഗത്തിൽ എത്തുക എന്നുള്ളതാണ്. സ്വർഗത്തിൽ ആരോ ഉള്ളേ? ഈശോ, മാതാവ്, ഔസേപ്പിതാവ്, വിശുദ്ധന്മാര്, വിശുദ്ധന്മാര്, മാലാഖമാര് ഒക്കെ ഉണ്ട്. ഓക്കെ, മാലാഖമാരുണ്ട്, ഈശോ ഉണ്ട്, ഔസേപ്പിതാവുണ്ട്, മാതാവുണ്ട്. ഈ വിശുദ്ധർ എവിടെന്നാ വന്നേ? ഭൂമിയിൽ നിന്ന്. ഭൂമിയിൽ നിന്ന്. അവരെ എങ്ങനെ ദൈവം കുറച്ച് ആൾക്കാരെ ഭൂമിയിൽ ഇങ്ങനെ വിശുദ്ധരായിട്ട്, നീ ഒരു വിശുദ്ധൻ, സെബസ്ത്യാനോസിനോട് പറഞ്ഞു, നീ പോയിട്ട് ഒരു പള്ളി കയറി ഇരുന്നോ, നീ വിശുദ്ധനാണ്, നീ അവിടുത്തെ ആൾക്കാരെ കയറി ഇരുന്നോളാൻ പറഞ്ഞു. പിന്നെ ആരെയാണ്? അൽഫോൻസാമ്പയോട് പറഞ്ഞു, നീ ഒരു വിശുദ്ധ. അങ്ങനെയാണോ? അല്ല. അവരൊക്കെ എവിടെന്നാ വന്നേ? ഭൂമിയിൽ നിന്ന്. ഭൂമിയിൽ എവിടെന്ന്? അൽഫോൻസാമ്മ മഠത്തിലായിരുന്നോ ജനിച്ചത്? അല്ല. പിന്നെ എവിടെയായിരുന്നു? വീട്ടില്. നമ്മളെ പോലത്തെ ആൾക്കാരാണ് ഈ സ്വർഗത്തിൽ പോയിരിക്കുന്ന വിശുദ്ധര് മുഴുവൻ. അല്ലേ? സംശയമുണ്ടോ? നമ്മളെ പോലത്തെ സാധാരണ ആൾക്കാരാണ് ഈ വിശുദ്ധരെല്ലാം. അവര് സ്വർഗത്തിൽ ഇരുന്നോണ്ട് നമുക്ക് വേണ്ടി ഇപ്പൊ പ്രാർത്ഥിക്കുന്നു, മധ്യസ്ഥം വഹിക്കുന്നു, ഈശോയോടൊപ്പം അവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നു. നമ്മളും അങ്ങനെ ഈശോയുടെ അടുത്തെത്തി സ്വർഗീയ ആനന്ദത്തിൽ ജീവിക്കാനുള്ളവരാണ്. അങ്ങനെ ജീവിക്കണമെങ്കിൽ അവരൊക്കെ ജീവിച്ച പോലെ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണ്ടേ? വേണം. അപ്പൊ അവരൊക്കെ ജീവിച്ച പോലെ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഭൂമിയിൽ ഇങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഏത് നേരവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഇരിക്കണം. ഒരിക്കലും ഒരു തെറ്റും ചെയ്യാത്ത ആളുകളാണ് വിശുദ്ധരാവുന്നതെന്ന്. അങ്ങനെയാണോ? അല്ല. സെന്റ് അഗസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സെയിന്റ് അഗസ്റ്റിൻ. സെയിന്റ് അഗസ്റ്റിൻ എങ്ങനെയായിരുന്നു? മുഴുകുടിയനായിരുന്നു. മുഴുകുടിയൻ. നിങ്ങളൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? എന്താ പറയാ, എന്താ ഇപ്പൊ ചെയ്യാ? കേട്ടിട്ടുണ്ടോ? അത് ആർക്കറിയാം? ഒരു 4 വരി പാടാൻ. ഞാനൊരു ഒറ്റ ലൈൻ പറയട്ടെ. ഒരാൾ കൈ വെക്കുന്നുണ്ട്, ശ്രേയ ബ്രജിത്ത്. ഓക്കെ, പാടിക്കോ. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു എന്നൊക്കെ പറയുന്ന ഒരു വരിയില്ലേ, അതൊന്ന് പാടാവോ? പാടിക്കോ ശ്രേയ, നന്നായി. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാണ്, അപ്പന്റെ സ്നേഹം എന്നെ മാറ്റിമറിച്ചു. വെരി ഗുഡ്, നന്നായി പാടിയില്ലേ? നമുക്ക് ശ്രേയക്ക് ഒരു ക്ലാപ്പ് കൊടുക്കാം. ഉള്ളത് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഒക്കെ തല്ലിപ്പൊളിയല്ലേ? ഞാൻ തല്ലിപ്പൊളിയാന്ന് എനിക്കറിയാം. നിങ്ങളുടെ കാര്യം എങ്ങനെയാ? ഇച്ചിരി തല്ലിപ്പൊളിത്തരമൊക്കെ നമ്മുടെ കയ്യിലില്ലേ? ഇല്ലേ? കുട്ടിക്കുറുമ്പും കുറച്ച് കള്ളത്തരവും ഇല്ലേ? നമ്മളൊക്കെ കുഞ്ഞു കുഞ്ഞു തല്ലിപ്പൊളികളാ. പക്ഷെ നമ്മളെക്കാളൊക്കെ വലിയ തല്ലിപ്പൊളിയായിരുന്നു സെയിന്റ് അഗസ്റ്റിൻ. അപ്പൊ ഈ തല്ലിപ്പൊളിയൊക്കെ ഉള്ള സെന്റ് അഗസ്റ്റിൻ എങ്ങനെയാണ് വിശുദ്ധനായത്? അപ്പന്റെ സ്നേഹമാണ് സെന്റ് അഗസ്റ്റിനെ മാറ്റിമറിച്ചത്, അല്ലേ? അതുപോലെ ആ അപ്പന്റെ സ്നേഹം നമ്മളെയും മാറ്റിമറിക്കും, അല്ലേ? അപ്പൊ കുഞ്ഞി തെറ്റ് ചെയ്തു പോയി, അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ നുണ പറഞ്ഞു പോയി, ഇനിയിപ്പോ എനിക്ക് രക്ഷയില്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മള് പരമാവധി പാപത്തിൽ നിന്നെല്ലാം അകന്ന് നിൽക്കുക. പിന്നെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പാപമൊക്കെ, മനുഷ്യരാണ്, അല്ലേ? നമുക്ക് ചെറിയ വീഴ്ചകളും ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? കുമ്പസാരിക്കണം. നമ്മൾ പോയി കുമ്പസാരിച്ച് നമ്മുടെ പാപക്കറകളൊക്കെ കഴുകിക്കളഞ്ഞ് നല്ല വിശുദ്ധരാവണം. ഇടയ്ക്കിടയ്ക്ക് പോയി കുമ്പസാരിക്കണം. ഈ വിശുദ്ധരൊക്കെ ജീവചരിത്രം നിങ്ങൾ വായിക്കുമ്പോൾ 2 ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കണവര്, ആഴ്ചക്ക് കുമ്പസാരിക്കണവര്, 4 ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കണവര്, ഡെയിലി കുമ്പസാരിക്കണവരൊക്കെ ഉണ്ട്, അല്ലേ? വിശുദ്ധരുടെ ജീവചരിത്രത്തിലൊക്കെ അങ്ങനെ കേട്ടിട്ടില്ലേ നിങ്ങള്? അപ്പൊ ചുമ്മാ തമാശക്ക് പോയി അവര് കുമ്പസാരിക്കുവോ?
ഇല്ല, അവർക്കറിയാം. അവർ കുഞ്ഞു കുഞ്ഞ് നമ്മള് പാപം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരാളെ പോയി തല്ലണം എന്നില്ല. തല്ലിയാലോ എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ അത് എങ്ങനെയുള്ള പാപമായി? വിചാരത്താൽ ചെയ്യുന്ന പാപം അല്ലേ? നമ്മളെ ലത്തീൻ കുർബാനയിലൊക്കെ നമ്മൾ പറയുന്നില്ലേ, ആദ്യം നമ്മള് പാപസങ്കീർത്തനം ചെയ്തിട്ടല്ലേ കുർബാന ചെല്ലുന്നത്, കുർബാനയിൽ പങ്കുകൊള്ളുന്നത്. അല്ലെങ്കില് നമ്മള് കുമ്പസാരത്തിനുള്ള ജപവും ഇതൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാ ചെല്ലുന്നത്? കുമ്പസാരത്തിനുള്ള ജപമൊക്കെ ആർക്കറിയാം? ജോവാന് മാത്രം കാണിച്ചു. നമസ്കാരമൊക്കെ പഠിക്കണം കേട്ടോ. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി എന്നൊക്കെ നമ്മള് പറയാറില്ലേ? എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. അപ്പൊ നമ്മൾ വിചാരം കൊണ്ട് പാപം ചെയ്യും, വാക്കുകൊണ്ട് പാപം ചെയ്യും, പ്രവൃത്തി കൊണ്ട് പാപം ചെയ്യും അല്ലേ? ഇങ്ങനെ ചെറിയ ചെറിയ കുറുമ്പും പാപങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മള് അപ്പന്റെ സ്നേഹത്തിൽ നിന്ന് അങ്ങോട്ട് അകന്നു പോകും. പിന്നെ തിരിച്ച് അപ്പന്റെ സ്നേഹത്തിലേക്ക് വന്ന് ഒട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കുമ്പസാരിച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. അപ്പൊ ഓരോ ദിവസവും നമ്മൾ വിശുദ്ധിയിൽ വളരാൻ, ഇന്നലെ ചെയ്ത പാപം ഇന്നും ചെയ്തു, നാളെയും ചെയ്തു, മറ്റന്നാളും ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ വിശുദ്ധിയിൽ വളരുമോ? ഇന്നലെ 5 തവണ ചെയ്തെങ്കിൽ ഇന്ന് 4 ആക്കുക. അങ്ങനെ കുറച്ച് കുറച്ച് നമ്മൾ വരിക. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ച വചനം ഏതാണ്? അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചത്. 1 തെസ്സലോനിക്ക 4:7 അല്ലേ? ഈ വചനം ഓർത്ത് വെച്ച് പഠിക്കൂ എല്ലാവരും. ഓക്കെ, നമ്മുടെ നടാഷ ചേച്ചി വന്നിട്ടുണ്ട്. നിങ്ങളെ ഒരു കുഞ്ഞി ക്രാഫ്റ്റ് പഠിപ്പിച്ചു തരും കേട്ടോ. നടാഷ, എവിടെ നടാഷ? നമ്മുടെ യെസ്, നടാഷ നമുക്കൊരു കുഞ്ഞി ക്രാഫ്റ്റ് പഠിപ്പിച്ചു തരും. എല്ലാവർക്കും നെറ്റിന്റെ ഒക്കെ പ്രശ്നമുണ്ട്. അപ്പൊ പോകാതിരിക്കാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇത് ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഫൺ ആക്ടിവിറ്റി പോലെയാ. ഒരു കൊക്കിനെ വരയ്ക്കാം, ജസ്റ്റ് ഈ കയ്യില് പെയിന്റ് അടിച്ചിട്ട്. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്രാഫ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കയ്യെ പെയിന്റ് അടിക്കാം. ഞാൻ ഇവിടെ കുറച്ച് ഒരു വൈറ്റ് A4 പേപ്പർ, കുറച്ച് ബ്രഷ്, അതുപോലെ കുറച്ച് പെയിന്റ് ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് കയ്യില് ബ്ലൂ പെയിന്റ് അടിക്കാം. എന്നിട്ട് നമുക്ക് ഇത് പേപ്പറിലോട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടൊരു ഷേപ്പ് മാത്രമാണ് കിട്ടിയേക്കുന്നത്. ഇനി ഇതുകൊണ്ട് നമുക്കൊരു കൊക്കിനെ റെഡിയാക്കി എടുക്കാം. ഒരു ബ്രഷ് എടുക്കുക. അതുകൊണ്ട് ഇതിന്റെ ഒരു കഴുത്ത് നമുക്ക് എലോങ്ങേറ്റ് ചെയ്ത് വരച്ചു കൊടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ ഒരു കേർവ് കൊടുത്താൽ മാത്രം മതി. ഭയങ്കര ഈസിയാ. ഒരു ചുണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കണ്ണ് വരയ്ക്കാം. ഇനി ഒരു കാലും കൂടെ വരച്ചു കൊടുക്കാം. കാല് വരയ്ക്കാൻ ഞാൻ യെല്ലോ കളറാണ് എടുത്തേക്കുന്നത്. ജസ്റ്റ് നേരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ട് അറ്റത്ത് വെറുതെ ഷെയ്ഡ് ചെയ്തിട്ടാ മതി. ഒരു കാലിന്റെ ഒരു ഷേപ്പ് വരും. ഇത്രേ ഉള്ളൂ. ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഫൺ ആക്ടിവിറ്റി പോലെയാണ്. ഭയങ്കര ഈസിയാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു നടാഷ. എളുപ്പല്ലേ? നമ്മളൊക്കെ ആർട്ടിസ്റ്റ് ആവൂലേ ഇങ്ങനെ വരച്ചാല്? എളുപ്പല്ലേ ഈ പക്ഷിനെ വരയ്ക്കാൻ? ക്രെയിൻ അല്ലേ? ഇത്തിരി പെയിന്റ് എടുക്കുക, കൈയൊന്ന് മുക്കുക അല്ലേ? എത്ര ഈസി ആയിട്ടാ. നല്ല ഭംഗിയുണ്ടായിരുന്നു അല്ലേ കാണാൻ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കണം. കഴിഞ്ഞ ആഴ്ചയൊക്കെ പഠിപ്പിച്ച ക്രാഫ്റ്റ് ആരെങ്കിലും ചെയ്തോ? ഫ്ലവർ ബാസ്ക്കറ്റ് ഒക്കെ ചെയ്തായിരുന്നു. അതൊക്കെ ആരെങ്കിലും ചെയ്തായിരുന്നാ? ചെയ്തവരാരെങ്കിലും ഉണ്ടോ? ശ്രേയ ചെയ്തിട്ടുണ്ട്. ശ്രേയ ഏതാ ചെയ്തേ? ഫ്ലവർ ബാസ്ക്കറ്റ്. ഫ്ലവർ ബാസ്ക്കറ്റ് ചെയ്തു അല്ലേ? ഓക്കെ, കാണിക്കാൻ പറ്റുന്ന സ്ഥലത്താണോ ഇരിക്കുന്നേ? ചീത്തയായി പോയോ? ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാവർക്കും ഈസി അല്ലേ? നിങ്ങളുടെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ കയറിയിട്ടുണ്ട്. അവർക്കൊക്കെ ചെയ്യാൻ ഈസിയാണ്. പക്ഷെ ഇങ്ങനെ പെയിന്റ് എടുത്തിട്ട് അവരെ ഫ്രീ ആയി വിട്ടാൽ എന്തായിരിക്കും നമ്മുടെ ചുമരിന്റെ സ്ഥിതി?
മുഴുവൻ കൊളാക്കി കളയും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം പെയിന്റ് എടുത്ത് കൈകാര്യം ചെയ്യാൻ കേട്ടോ. നമ്മള് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ പെയിന്റ് വൃത്തിയിലാക്കിയാൽ എന്ത് സംഭവിക്കും? നല്ല പിക്ചറായി മാറും. ആ ചേച്ചി ഇങ്ങനെ കൈ വെച്ചപ്പം ഒരു ബേർഡ് ആക്കി മാറ്റി അതിന് അല്ലേ? അതിന് പകരം അതുകൊണ്ട് ഇങ്ങനെ ചുമ്മാ അവിടെ ഇവിടെയും തോണ്ടി മാന്തിയും വെച്ചാലോ വൃത്തികേടാവില്ലേ? അതുപോലെയാണ് നമ്മൾ ജീവിക്കുമ്പോ നല്ല കുട്ടികളായി ജീവിച്ചില്ലെങ്കിൽ വൃത്തികേടാവും നമ്മുടെ ജീവിതം. അപ്പൊ നമ്മള് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധരാകണം. പിന്നെ നമ്മൾ വിചാരിക്കും ആന്റി അൽഫോൻസാമയുടെ കാര്യമൊക്കെ പറഞ്ഞു, സെയിന്റ് അഗസ്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അതെല്ലാം അന്ധകാലം, അവർക്കൊക്കെ വിശുദ്ധരാവാം. പക്ഷെ നമുക്ക് പറ്റുമോ? നമ്മുടെ കാലത്ത് ആരെങ്കിലും വിശുദ്ധരാവോ? ഇങ്ങനെ ടിവിയും മൊബൈലും ഒക്കെ ഉള്ള കാലത്ത് ആരെങ്കിലും വിശുദ്ധരാവോ? ആകും. ആരാവുക? ജോൺ പോൾ ആകുവോ? ആരാവുന്ന വിശുദ്ധരാ? ഈ കാലഘട്ടത്തില് നമ്മളെ പോലെയുള്ള ഒരു വിശുദ്ധരെ ആർക്കെങ്കിലും അറിയാവോ? കാർലോ അക്യൂറ്റസ് അല്ലേ? നമ്മളെ പോലെ ടിവിയും മൊബൈലും ഒക്കെ ഉപയോഗിച്ച് ജീവിച്ച ആളാണ് കാർലോ. അപ്പൊ നമ്മൾ മൊബൈലും ടിവിയും ഒക്കെ ഉപയോഗിച്ചാലും നമുക്കും വിശുദ്ധരാവാൻ പറ്റൂ അല്ലേ? പക്ഷെ കാർലോ ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്തേ? ഇതൊക്കെ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു. ഇവാൻ അനിയന്മാരുടെ അനിയത്തിമാരുടെ ഒക്കെ ശല്യം കാരനാണോ ഒക്കെ ബ്ലറാക്കി വെച്ചത്? തോന്നണല്ലോ. ഓക്കെ. അപ്പോ കുഴപ്പമില്ല കേട്ടാ. അവരിച്ചിരി ബഹളമൊക്കെ വെച്ചോട്ടെ, കുഴപ്പമില്ല. അങ്ങനെയല്ലേ കുഞ്ഞുങ്ങള്? കുഴപ്പമില്ല, മോൻ ശ്രദ്ധിച്ചാൽ മതിയേ. അപ്പൊ നമ്മള് ഈ കാലഘട്ടത്തിൽ നമുക്ക് വിശുദ്ധരായി ജീവിക്കാൻ പറ്റും. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കുഞ്ഞു കുഞ്ഞു നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ പോയി കുമ്പസാരിക്കുക, കൂടെ കുമ്പസാരിക്കുക. നമ്മുടെ കുട്ടികളുടെ മധ്യസ്ഥനായിട്ടുള്ള വിശുദ്ധനാരാ? ഡൊമിനിക് സാവിയോ ആദ്യ കുർബാന സ്വീകരിച്ചപ്പോ ഒരു തീരുമാനം എടുത്തായിരുന്നു എന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് കാറ്റഗിസത്തിലൊക്കെ. എന്ത് തീരുമാനം എടുത്തേ? കൂടെ കുമ്പസാരിക്കും. അപ്പോ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മളും കൂടെ കുമ്പസാരിച്ച് വിശുദ്ധിയില് ജീവിക്കുക. ഓക്കെ, റെഡിയാണോ? അതെ. അപ്പൊ നമ്മൾ അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഓരോ കുറുമ്പ് കാണിക്കാൻ തോന്നുമ്പോഴും ഓർമ്മ വരണം. അപ്പൊ നമുക്ക് ഒരുമിച്ചൊന്ന് ആ വചനം ഏറ്റു പറയാം. അത് ബൈഹാർട്ട് ആക്കണം നിങ്ങള്. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. 1 തെസ്സലോനിക്ക 4:7. ഓക്കെ, ഞാനൊരു 2 മിനിറ്റ് സമയം തരാം. ഈ വചനം എല്ലാവരും ഒന്ന് എഴുതി ഒന്ന് പേപ്പറിൽ എന്നെ കാണിക്കോ? 2 മിനിറ്റ്. ഓടിപ്പോവരുത്, എഴുതിക്കൊണ്ട് വന്നം. എഴുതിയോ എല്ലാരും? കാണിക്കാമോ? എല്ലാവരും എഴുതിയോ? പിന്നെ ഇപ്പൊ കാണിക്കുന്ന ആരാ? ഡിയോൺ ദിബു. അപ്പൊ എല്ലാവരും എഴുതി. ഈ വചനം ഇനി ബൈഹാർട്ട് പഠിക്കണം. ആരെങ്കിലും ബൈഹാർട്ട് പഠിച്ചവരുണ്ടോ? ബൈഹാർട്ട് പഠിച്ചവര് ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാവോ? എഴുതിയത് നോക്കാതെ ബൈഹാർട്ട് പഠിച്ചവര് ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാവോ? 1 തെസ്സലോനിക്ക 4:7 അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ശ്രേയ പറഞ്ഞു. ഇനി ആരാ പറയുന്നേ? 1 തെസ്സലോനിക്ക 4:7 അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതാരാണ്? ഇവാൻ ആൻഡ് എഡ്വിൻ. അതിൽ ആരാണ്? മോന്റെ പേര് എന്താണ്? ഇവാൻ. ഓക്കെ. ഇനി 1 തെസ്സലോനിക്ക 4:7 അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതൊക്കെ പഠിച്ചല്ലേ? ഇനി ബൈബിളിൽ എത്ര ഭാഗമായിട്ടാണ് ബൈബിളിനെ തിരിച്ചേക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? 2. എന്തൊക്കെയാണ്? പുതിയ നിയമം പഴയ നിയമം.
ഓക്കെ. മൊത്തം ബൈബിളിൽ എത്ര പുസ്തകം ഉണ്ടെന്നറിയാവോ? 73. 73. ആ പുസ്തകങ്ങളിലെല്ലാം പേര് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കാണാതെ പറയാമോ? നമ്മളുടെ ഈശോ ദൈവത്തിന്റെ മക്കളാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ്. അപ്പൊ നമ്മൾ ഈ ബൈബിളിനെ കുറിച്ച് നമുക്ക് അറിയണത് ദൈവത്തെ കുറിച്ച് അറിയണ പോലെയാണ്. അപ്പൊ നമ്മള് ബൈബിളിലെ കാര്യങ്ങൾ നന്നായി പഠിക്കണം, ബൈബിളിനെ കുറിച്ച് നന്നായി പഠിക്കണം കേട്ടോ. ബൈബിളിലെ പുസ്തകങ്ങളുടെ പേരൊക്കെ ഒന്ന് പഠിക്കണം. ഞാൻ ഇപ്പൊ ഒരാളെ കൊണ്ടൊന്ന് പറയിപ്പിക്കട്ടെ. നിങ്ങളെ പോലെ ഒരാളെ കൊണ്ടൊന്ന് പറയിപ്പിക്കട്ടെ. എന്നിട്ട് അതുപോലെ നിങ്ങൾ പഠിച്ചിട്ട് പറഞ്ഞ് അയക്കണം നമ്മുടെ ഗ്രൂപ്പിലേക്ക് വീഡിയോ എടുത്ത്. ഓക്കെ. അപ്പൊ നമ്മള് ബൈബിളിലെ പുസ്തകങ്ങളുടെ പേര് ഓർഡറിൽ പറയാൻ പോവാണേ. ഞാൻ ജോഷുവ. ഞാനിപ്പോ ബൈബിളിലെ ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെയുള്ള എല്ലാ പുസ്തകവും പറയാൻ പോവാണ്. ആദ്യം പഴയ നിയമം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, ജോഷുവ, ന്യായാധിപന്മാർ, റൂത്ത്, സാമുവേൽ 1-2, രാജാക്കന്മാർ 1-2, ദിനവൃത്താന്തം 1-2, എസ്ര, നെഹെമ്യ, തോബിത്ത്, യൂദിത്ത്, എസ്തർ, മക്കബായർ 1-2, ജോബ്, സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, സഭ പ്രസംഗകൻ, ഉത്തരഗീതം, ജ്ഞാനം, പ്രഭാഷകൻ, ഏശയ്യ, ജെറമ്യ, വിലാപങ്ങൾ, ബാറൂക്ക്, എസെക്കിയേൽ, ദാനിയേൽ, ഹോസിയ, ജോയൽ, ആമോസ്, ഒബാദ്യ, യോന, മിക്ക, നാഹൂം, ഹബക്കൂക്ക്, സെഫാനിയ, ഹഗ്ഗായി, സക്കറിയ, മലാക്കി. ഇനി പുതിയ നിയമം മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ, 1-2 കൊരിന്തോസ്, അപ്പസ്തോല പ്രവർത്തനങ്ങൾ, 1-2 കൊരിന്തോസ്, റോമ, ഗലാത്യ, എഫെസോസ്, ഫിലിപ്പി, കൊറോസോസ്, 1-2 തെസ്സലോനിക്ക, 1-2 തിമോത്തിയോസ്, തീത്തോസ്, ഫിലിമോൻ, ഹെബ്രായർ, യാക്കോബ്, 1-2 പത്രോസ്, 1-2-3 യോഹന്നാൻ, യൂദാസ്, വെളിപാട്. ഓക്കെ. ജോഷനെ ഞാൻ പെട്ടെന്ന് വിളിച്ചാ. ജോഷിക്ക് ഇടയ്ക്കൊരു തപ്പൽ വന്നു പോയത് അതുകൊണ്ട്. ജോഷ 20 സെക്കൻഡ് കൊണ്ട് എല്ലാ പുസ്തകങ്ങളുടെയും പേര് പറയും. അപ്പൊ നമുക്ക് ഇതുപോലെ ബൈബിളിലെ പുസ്തകങ്ങളുടെ പേര് പഠിച്ചു വെക്കണം. ബൈബിളിൽ എത്ര പുസ്തകമുണ്ട്, എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ബൈബിളിനെ കുറിച്ച് നമ്മൾ അറിവില്ലാത്തവരായി പോകരുത്. ഓക്കെ. നമുക്ക് ജോഷിക്ക് ഒരു ക്ലാപ്പ് കൊടുത്താലോ? അപ്പൊ നമ്മൾ എല്ലാവരും ഈ ബൈബിളിലെ പുസ്തകങ്ങളുടെ പേരൊക്കെ ഇങ്ങനെ പഠിക്കണം. പഠിക്കുവോ? പഠിച്ചിട്ടൊന്ന് വീഡിയോ നമ്മുടെ ഗ്രൂപ്പിൽ ഇടണേ നിങ്ങള്. ഓക്കെ. ഇടാന്ന് എല്ലാവരും തമ്പൊക്കെ കാണിച്ചു. അപ്പൊ ഈ പുസ്തകങ്ങളുടെ പേരൊക്കെ പഠിക്കുക. ബൈബിളിനെ കുറിച്ച് നമുക്ക് നല്ല അറിവുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് വഴിതെറ്റിപ്പോകും. നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ ദൈവം നമുക്ക് ഒരു കത്ത് എഴുതിയേക്കുന്നതാണ് ഈ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ എന്ന് പറയുന്നത്, അല്ലെ? അപ്പം ദൈവം ഇങ്ങനെ നമ്മളോട് സംസാരിക്കുന്ന കാര്യം നമ്മൾ കേട്ടാലല്ലേ നമുക്ക് വിശുദ്ധിയിൽ നല്ല മക്കളായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബൈബിളിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടാകണം. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച വചനം മറക്കരുത്. ഏതാണ്? അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ 1 കൊരിന്തോസ് 4:7. കൊറിന്തോസ് അല്ല, തെസ്സലോനിക്ക. തെസ്സലോനിക്ക 4:7. ഇനി അത് മറക്കരുത്. അപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ തോന്നുമ്പോഴും എന്ത് കുറുമ്പ് കാണിക്കാൻ തോന്നുമ്പോഴും നമുക്ക് എന്താ ഓർമ്മ വരണം? നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണെന്നുള്ള ഓർമ്മ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഓക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ അധ്യാപകര്, വൈദികര്, സിസ്റ്റേഴ്സ് ഒക്കെ. നമുക്ക് ഈ വർഷം ഒരു തീരുമാനം എടുക്കണം. നമ്മൾ കാറ്റക്കിസം ക്ലാസ് മുടക്കില്ല എന്ന് തീരുമാനം എടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാൻ ഈ വർഷം കാറ്റക്കിസം ക്ലാസ് മുടക്കില്ല എന്ന് തീരുമാനം എടുത്തവര്, വലിയ ആഗ്നസ് കൈപൊക്കി, വലിയ അസുഖമൊന്നും ഇല്ലാത്തവരൊക്കെ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുവോ? ഓക്കെ. ശ്രേയ കൈപൊക്കി. അപ്പൊ എല്ലാവരും റെഡിയാണ്. നമ്മള് കാറ്റക്കിസം ക്ലാസ് ഈ വർഷം നമ്മൾ മുടക്കില്ല. കാരണം അവിടെയാണ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നത്. വിശുദ്ധിയിലേക്ക് വളരാൻ നമ്മൾ പഠിച്ച വചനം അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. 1 തെസ്സലോനിക്ക 4:7 പഠിച്ചു. അപ്പം ഈ വിശുദ്ധിയിൽ വളരാൻ നമുക്ക് ശക്തി സഹായവും ഒക്കെ തരുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം. അതുപോലെ നമ്മുടെ ആന്റി നേരത്തെ പറഞ്ഞില്ലേ കുമ്പസാരിക്കണം എന്ന്, വിശുദ്ധ കുർബാനയിൽ നിന്നും കൂദാശകളിൽ നിന്നൊക്കെ ശക്തി സ്വീകരിച്ചാണ് നമുക്ക് വിശുദ്ധിയിൽ വളരാൻ പറ്റുക. കാർലോയൊക്കെ പോലെ നമ്മൾ ഈ കാലഘട്ടത്തിന്റെ വിശുദ്ധരാവണം. പുതിയ വിശുദ്ധരായിട്ട് നമ്മൾ മാറണം. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആരൊക്കെ ഉണ്ട്? സെയിന്റ് ജോൺ പോൾ, സെയിന്റ് ഇവാൻ, സെയിന്റ് എഡ്വിൻ,
അങ്ങനെ സെയിന്റ് ഡിയോൺ, സെയിന്റ് ശ്രേയ, അങ്ങനെ നമ്മളെല്ലാവരും ആരായി മാറും? ഇവാന് സെയിന്റ് കൂട്ടി പറഞ്ഞപ്പോഴേക്കും നാണം വന്നു. എന്റെ ഇവാനെ, നമുക്കൊക്കെ വിശുദ്ധരാവണം, സ്വർഗത്തിലെത്തണം, വേണ്ടേ? അപ്പൊ നാണിച്ചിരുന്ന സ്വർഗത്തിൽ എത്തത്തില്ല. അപ്പൊ നമ്മളൊക്കെ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്, വിശുദ്ധരാവണം. ശ്രേയ ഒരു മെസ്സേജ് ഇട്ടു. 1ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ് വരെ ശ്രേയ പഠിച്ചിട്ട് ഒറ്റ ദിവസം പോലും കാറ്റീസത്തിന് ആബ്സെന്റ് ആയിട്ടില്ല. ശ്രേയക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ദൈവത്തെ മാനിക്കുന്നവര് ദൈവവും മാനിക്കും, അല്ലേ? അപ്പൊ ശ്രേയക്ക് അതിനുള്ള അനുഗ്രഹം ദൈവത്തിൽ നിന്ന് കിട്ടും. അപ്പൊ നമ്മള് ദൈവത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ കാറ്റീസം ക്ലാസ്സിൽ പോകുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ? നമ്മൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് ആണ് നമ്മൾ ആ കാറ്റീസം ക്ലാസ്സിൽ പോകുന്നത്. നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണാന് നമുക്ക് ഏറ്റവും, സ്കൂൾ തുറക്കാറാകുമ്പോൾ നമുക്ക് ഏറ്റവും ആഗ്രഹം ആരെ കാണാനായിരിക്കും? നമ്മുടെ ക്ലോസ് ഫ്രണ്ടിനെ, അല്ലെ? അതുപോലെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഈശോയാണെങ്കിൽ ആ ഈശോയെ കാണാൻ നമ്മൾ ഓടിയെത്തണം. അപ്പൊ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഡൊമിനിക് സാവിയോയുടെ കാര്യം പറഞ്ഞ പോലെ കൂടെ കൂടെ കുമ്പസാരിക്കുക. അങ്ങനെയൊക്കെയാണ് നമുക്ക് വിശുദ്ധിയിൽ വളരാനും അശുദ്ധിയിൽ നിന്ന് മാറി നിൽക്കാനും സാധിക്കുക. ഇനി അടുത്ത ആഴ്ച നമ്മള് നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നതുകൊണ്ട് നിങ്ങൾ അടുത്ത ആഴ്ചത്തെ സെഷൻ ഒരുമിച്ചായിരിക്കും. ബൈബിൾ നഴ്സറിയും സമ്മർ സ്കൂളും. നിങ്ങളുടെ പുസ്തകങ്ങളൊക്കെ എടുത്ത് റെഡിയായി വരണം. പഠിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ എടുക്കുക, പേനയും നിങ്ങളുടെ പഠനോപകരണങ്ങളൊക്കെ എടുക്കുക. നിങ്ങളുടെ പാരൻസിനോട് അടുത്ത് വന്നിരിക്കാൻ പറയാ. നമ്മൾ കുറച്ചു നേരം ഒരു പ്രാർത്ഥന കേട്ടോ, നിങ്ങളെ ഒന്ന് ബ്ലെസ് ചെയ്തൊക്കെ നമ്മുടെ മനോജച്ചനൊക്കെ പ്രാർത്ഥിക്കും. അപ്പൊ നിങ്ങൾ അടുത്ത ആഴ്ച അങ്ങനെ ഒരു രീതിയിൽ ഒരുങ്ങി വരണം. ഇന്നല്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ കേട്ടോ. ക്ലാസ് ഇവിടെ തീരാണ്. അടുത്ത ആഴ്ച നമ്മളൊന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും ഈ വർഷത്തെ സമ്മർ സ്കൂള്. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ മനോജച്ചൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലെസ്സിങ് ഒക്കെ തരാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിങ്ങളൊന്ന് കാണാനൊക്കെ ആയിട്ട് മനോജച്ചൻ എത്തിയിട്ടുണ്ട്. മനോജച്ചന് നമുക്കൊരു ക്ലാപ്പ് കൊടുത്ത് വെൽക്കം ചെയ്താലോ? അച്ഛാ, പിള്ളേര് കാത്തിരിക്കുന്നു അച്ഛനെ. ഹലോ, ഹാപ്പി ആണോ എല്ലാവരും? ഓക്കെ, എന്നെ അറിയാലോ അല്ലേ? കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ കഥ ഓർമ്മയുണ്ടോ? ഏത് കഥയാണെന്ന്? ഏത് കഥയെ പറഞ്ഞ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കഥ ഏതാ? പുഴു അല്ലേ? ഈച്ച 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 എങ്ങനെ നമ്മള് മിന്നാമിനിങ് ആയത് അതല്ലേ? ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് മിന്നാമിനിങ് ആവണോ? നിങ്ങൾക്ക് ഈശോയുടെ മിന്നാമിനിങ് ആകണോ? ഇപ്പൊ ചേച്ചി പറഞ്ഞില്ലേ, നിങ്ങളൊക്കെ വിശുദ്ധ ജോൺ പോള്, കുറെ വിശുദ്ധ കൂട്ടി ചേച്ചി പറഞ്ഞില്ലായിരുന്നു, ആന്റി പറഞ്ഞില്ലായിരുന്നോ? നിങ്ങൾക്ക് വിശുദ്ധയാകണോ അല്ലെങ്കിൽ വിശുദ്ധനാകണോ? നമ്മുടെ ഈ കൊച്ചുദേശിയെ പോലെ, മരിയാഗരോത്തി പോലെ, അൽഫോൺസ് ലിഗോരിയെ, ഇങ്ങനെ ഒത്തിരി വിശുദ്ധന്മാർ നമ്മളുണ്ട്, കുഞ്ഞു കുഞ്ഞു വിശുദ്ധര്. അവരെ പോലെ വിശുദ്ധരാകണോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ, ഞാൻ ഇതിന് പറഞ്ഞ പോലെ നല്ല ചിറകുള്ള ബട്ടർഫ്ലൈ, മിന്നുന്ന മിന്നാമിനിങ്, മറ്റുള്ളവർക്ക് പ്രകാശം പകർന്ന് സന്തോഷം പകർന്ന എല്ലാവരെയും നമ്മളൊക്കെ വിശുദ്ധരാകാൻ വേണ്ടി തന്നെ ഈശോ വിളിച്ചേക്കുന്നേ കേട്ടോ. നമ്മളൊക്കെ ഈശോ വിളിച്ചേക്കുന്നത് നമ്മളൊക്കെ വിശുദ്ധരാകാൻ വേണ്ടി തന്നെയാണ്. നമുക്കപ്പോ ഇപ്പൊ ചേച്ചി ആന്റി പറയുമായിരുന്നു, നമ്മളിനി അടുത്ത ഒരു അധ്യായത്തിൽ തുടങ്ങുവാണ്, സ്കൂൾ തുടങ്ങുവാണ്, കാറ്റഗിസം തുടങ്ങുവാണ്, നല്ല കുട്ടികളായിട്ട് അല്ലെ? ഈശോക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ പപ്പയ്ക്കും അമ്മയ്ക്കും ഇഷ്ടമുള്ള, നിങ്ങൾ ടീച്ചേഴ്സിന് ഇഷ്ടമുള്ള, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള നല്ല മക്കളായിട്ട് തീരുമാനം എടുക്കണം കേട്ടോ. എടുക്കുവോ? ഓക്കെ. അടുത്ത ആഴ്ച വരുമ്പോൾ ചേച്ചി ആന്റി പറഞ്ഞില്ലായിരുന്നു, അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥിക്കാൻ ബ്ലെസ് ചെയ്യാനുള്ള പുസ്തകങ്ങൾ, നിങ്ങളുടെ ബുക്കുകൾ, പേനയൊക്കെ കൊണ്ടുവന്ന് വെക്കണം. നിങ്ങളുടെ പാരന്റ്സിനെ നിങ്ങൾ അടുത്ത് വിളിച്ചിരുത്തണം ഇതിന്റെ സമയത്ത്. ബ്ലെസ്സിങ് ലാസ്റ്റ് നമ്മൾ ഒരുമിച്ച് നിങ്ങളുടെ തലയിൽ കൈവച്ച് നിങ്ങളുടെ പാരന്റ്സ്, അച്ഛൻ പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, പാരന്റ്സിന് വേണ്ടി പ്രാർത്ഥിക്കും. ആ സമയം നിങ്ങൾ ഉണ്ടാകണം കേട്ടോ. നിങ്ങളുടെ ബുക്കുകളും നിങ്ങളുടെ പാരന്റ്സിനെയൊക്കെ അടുത്ത് വിളിച്ചിരുത്തണം ആ സമയത്ത്, പ്രാർത്ഥനയുടെ സമയത്ത് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചൊന്ന് നിർത്താം. ഇപ്പൊ കേട്ട കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞ പാട്ടുകളൊക്കെ നമ്മളെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെ? ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കുഞ്ഞു കുഞ്ഞു കഥകൾ, കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെ ഈശോയിൽ കുറച്ചുകൂടി ഇഷ്ടമുള്ള മക്കളായിട്ട് വളരാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കണ്ണുകൾ നിറച്ച്, എല്ലാവരും കണ്ണുകൾ അടച്ച് കൈ കൂപ്പിടിക്കുക. ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കും. നമുക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നേ, നമ്മുടെ ഈ അടുത്ത് വരുന്ന ഒരാഴ്ചത്തെ, അടുത്ത് വരുന്ന നമ്മുടെ ഒരു വർഷത്തെ ഈശോടൊപ്പം ഈശോക്ക് ഇഷ്ടമുള്ള മക്കളായിട്ട് വളർന്നു വരുന്ന, ഈശോക്ക് ഇഷ്ടമുള്ള മാത്രമല്ല പപ്പയ്ക്കും അമ്മയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടമുള്ള, ടീച്ചേഴ്സ് ഇഷ്ടമുള്ള നല്ല മക്കളായിട്ട് വളർന്നു വരുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും ക്ലോസ് യുവർ ഐസ്, കണ്ണുകൾ അടയ്ക്കാം. കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ കുറവുകളും, നമ്മുടെ കൊച്ചു കൊച്ചു കുറുമ്പുകളും, നമ്മുടെ വാശി ദേഷ്യവും ഒക്കെ ഈ സമയം നമുക്ക് ഈശോയോട് കൊടുത്ത് പ്രാർത്ഥിക്കും. ഈശോയെ,
എന്നെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ വിശുദ്ധ കുരിശിന്റെ രക്തത്താല് കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കേട്ടോ, ഈശോയുടെ കുരിശിന്റെ വലിയ സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കലും ഈശോയ്ക്ക് ഇഷ്ടം ഇല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാതിരിക്കാൻ, കാണാതിരിക്കാൻ, കേൾക്കാതിരിക്കാൻ, സംസാരിക്കാതിരിക്കാൻ ഈശോയുടെ വലിയ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പപ്പയും മമ്മിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കഴിവുകള്, നമ്മുടെ ടാലന്റ്, പഠിക്കാനുള്ള നമ്മുടെ കഴിവുകേടുകൾ, കുറവുകൾ എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനായ ഞാൻ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞാൻ രക്ഷിക്കണമേ. നമുക്ക് ഒരിക്കൽ കൂടി കണ്ണടച്ചുകൊണ്ട് നമുക്ക് സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം യാചിക്കാം. നമ്മുടെ പേരിന് കാരണമുള്ള നമ്മുടെ വിശുദ്ധര്, നമ്മുടെ ഇടവകയിലെ മാധ്യസ്ഥനായ വിശുദ്ധര്, ഈശോയുടെ വലിയ കൃപ നമ്മളിൽ നിറയപ്പെടുവാനായിട്ട് സകല വിശുദ്ധരെ മാലാഖന്മാർ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സകല മാലാഖമാരെ, മിഖായിൽ മാലാഖ, റാഫേൽ മാലാഖ, ഗബ്രിയേൽ മാലാഖ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. തിന്മക്കെതിരായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ, നന്മ മാത്രം ചെയ്യുവാൻ വിശുദ്ധ മിഖായിൽ മാലാഖ, റാഫേൽ മാലാഖ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വിഗ്രഹത്തിലേക്ക് നമ്മളെല്ലാവരും സമർപ്പിച്ച് നമ്മുടെ പാപ്പയെയും അമ്മയെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സഹോദരങ്ങളെയും ടീച്ചേഴ്സിനെയും എല്ലാം സമർപ്പിച്ച് മാതാവിന്റെ വലിയ മാധ്യശക്തി നീലമേലേക്കുള്ള പൊതു സംരക്ഷിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്ര ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടച്ചുകൊണ്ട് കൈകൾ കൂട്ടിപ്പിടിച്ച് ശിരസ്സും നമിച്ചുകൊണ്ട് ഈ സമയം നമ്മൾ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഒരു ആഴ്ച മുഴുവനും കർത്താവിന്റെ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരുവാൻ, നല്ല ഈ മറ്റുള്ളവർക്ക് പ്രകാശം പകരുന്ന നല്ല മിന്നാമിനിങ്ങായിട്ട്, നല്ല കുഞ്ഞുങ്ങളായിട്ട് മറ്റുള്ളവർക്ക് പ്രകാശം പകർന്ന് വളർന്നു വരുവാനുള്ള കൃപയ്ക്കായിട്ട് സമയം പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലായിരിക്കുന്ന എല്ലാ മക്കളെയും, അവരുടെ കുറവുകളും അവരുടെ കുടുംബത്തെയും അവരുടെ നിറവുകളും ഒക്കെ കർത്താവ് നീ സമൃദ്ധമായിട്ട് നിന്റെ സ്നേഹത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയുടെ തിരുത്തിൽ വലിയ സന്തോഷം ഉണ്ടാകണമേ. സർവ്വതരെ മാലാഖമാരെയും മക്കൾക്ക് തുണയായിരിക്കണമേ, ശക്തിയായിരിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ സ്തുതിയായിരിക്കട്ടെ. കാണാം കേട്ടോ, അടുത്ത ആഴ്ച കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ആഴ്ച എല്ലാരും വരും. അച്ഛന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിക്കുവോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച കാണാം. അടുത്ത ആഴ്ച നിങ്ങൾ വരുമ്പോ ഉണ്ടല്ലോ, പാരന്റ്സിനോട് വരാൻ, പാരന്റ്സിനെയും കുറച്ചു നേരം കയറ്റണം. നമ്മുടെ പുസ്തകങ്ങളും സാധനങ്ങളും ഒക്കെ എടുത്തോണ്ട് വരണം കേട്ടോ. നമ്മള് ബൈ പറയാണ്. അടുത്ത ആഴ്ച കാണാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ബൈ ബൈ.